ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പേജ് നമ്പർ 18 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. When a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and remainder are still both 2. What are the numbers? അപ്പം നമ്മുടെ അടുത്തൊരു വലിയ നമ്പറുണ്ട്, ചെറിയ നമ്പറുണ്ട്. വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റും അതിന്റെ റിമൈൻഡർ, അതായത് ശിഷ്ടവും വരുന്നത് എത്ര തന്നെയാണ്? 2 ആണ്. ഇനി ചെറിയ നമ്പറിനെ നമ്മൾ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെയും കോഷ്യന്റും റിമൈൻഡറും എത്ര തന്നെയാണ് വരുന്നത്? 2 തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലാർജ് നമ്പറും സ്മോൾ നമ്പറും ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്തെടുക്കും? ലാർജർ നമ്പർ എക്സ് ആയിട്ട് എടുക്കും, സ്മോളർ നമ്പർ വൈ ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ലാർജ് നമ്പറിനെ സ്മോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് നമ്മൾ എക്സ് ബൈ വൈ ചെയ്താൽ കോഷ്യന്റ് എത്രയാണ് കിട്ടുന്നത്? കോഷ്യന്റ് 2ഉം റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. അപ്പോ ഞാനിവിടെ ഒരു 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 9നെ 2 കൊണ്ട് ചെയ്താൽ 4 ആണ് അല്ലേ? അതിന്റെ റിമൈൻഡർ എത്ര വരുന്നുണ്ട്? റിമൈൻഡർ 1ഉം വരുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 9 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 9 ഈക്വൽ ടു ഈ 4ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റിമൈൻഡറും കൂടെ ആഡ് ചെയ്താൽ പോരെ? അതായത് 9 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് കോഷ്യന്റ് എത്ര കിട്ടി? 4 കിട്ടി, ആൻഡ് റിമൈൻഡർ 1 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ 2 into 4 പ്ലസ് ഈ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അതായത് ഇതാണ് നമ്മുടെ ഡിവിഡന്റ്, ഇത് നമ്മുടെ ഡിവൈസർ. അപ്പൊ നമുക്ക് ഡിവിഡന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ. കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ. അതിനോട് എന്ത് ആഡ് ചെയ്താൽ മതി? നമ്മുടെ റിമൈൻഡറും കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഈ ഡിവിഡന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് ഈ റിമൈൻഡറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡിവിഡന്റ് എത്രയാന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സ് എഴുതിക്കൂടെ? ഇവിടെ എക്സ് ആണല്ലേ ഡിവിഡന്റ്. അപ്പൊ എക്സ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? കോഷ്യന്റ്. ഇവിടുത്തെ കോഷ്യന്റ് എത്രയാണ്? 2 ആണ്. ഇവിടുത്തെ ഡിവൈസർ എന്ന് പറയുന്ന വൈ ആണ്. സോ 2 into y എന്ന് പറയുന്നത് എത്ര വരും? 2y പ്ലസ് ഇവിടുത്തെ റിമൈൻഡർ 2 ആണ്. ദെൻ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 ടൈംസ് ദ സ്മോളർ ഈസ് ഡിവൈഡഡ് ബൈ ദി ലാർജർ. അത് 5 ടൈംസ് ദ സ്മോളർ എന്ന് പറയുമ്പോൾ എത്ര വരും? 5y വരും അല്ലെ? 5y എന്തിനേയും കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? ലാർജർ നമ്പർ, അതായത് എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ സ്റ്റിൽ ബോത്ത് 2. അപ്പോഴും എന്ത് തന്നെയാണ് വന്നത്? കോഷ്യന്റ് 2ഉം റിമൈൻഡർ 2 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഇത് ചെയ്ത പോലെ തന്നെ ചെയ്തൂടെ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിവിഡന്റ് എന്ന് പറയുന്നത് 5y ആണ്. 5y ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ, ദാറ്റ് ഈസ് 2x പ്ലസ് റിമൈൻഡർ 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. x ഈക്വൽ ടു 2y പ്ലസ് 2. സെക്കൻഡ് ഇക്വേഷൻ 5y ഈക്വൽ ടു 2x പ്ലസ് 2. അപ്പൊ ഇവിടെ ഒരു x ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 2വിൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇക്വേഷൻ 1നെ നമ്മൾ ഇക്വേഷൻ 2വിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 5y ഈക്വൽ ടു ഇക്വേഷൻ 2 ഇംപ്ലൈസ് 5y ഈക്വൽ ടു 2x ആണ് അല്ലേ? എക്സിന് പോയി നമ്മൾ എന്ത് ചെയ്യും? 2y പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ 2 into 2y പ്ലസ് 2 പ്ലസ് എന്ത് വരും? പ്ലസ് 2 വരും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. ദെൻ വി ഗെറ്റ് 5y ഈക്വൽ ടു 2 into 2y മീൻസ് 4y പ്ലസ് 2 into 2 4 പ്ലസ് റിമൈനിങ് 2. ദെൻ ഇവിടെ ഒരു 4y ഉണ്ട്, ഇവിടെ ഒരു 5y ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4yനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. ദെൻ 5y മൈനസ് 4y ഈക്വൽ ടു എന്ത് വരും? 4 പ്ലസ് 2 6. 5y മൈനസ് 4y എന്ന് പറഞ്ഞാൽ എത്രയാണ്? y ആണല്ലേ? y ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പൊ y 6 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഏതെങ്കിലും ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദെൻ substitute the value of y in equation
1. അപ്പം ഇക്വേഷൻ 1ന്റെ വാല്യൂ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ഇക്വേഷൻ 1 എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 ആണല്ലേ. അപ്പൊ വൈയുടെ വാല്യൂ എന്താണ്? 6 ആണ്. ദെൻ 2 ഇൻറ്റു 6 പ്ലസ് 2 എന്ന് വരും. 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 12. 12 പ്ലസ് 2 എത്രയാണ്? 14. ദെൻ വാല്യൂ ഓഫ് എക്സ് എന്ത് വരും? 14 ആയിരിക്കും വരിക. എന്താ പറയാം, എക്സ് നമ്മൾ എടുത്തത് ലാർജ് നമ്പർ ആയിരുന്നു. ലാർജ് നമ്പർ 14 ആണ്, സ്മോളർ നമ്പർ 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ? അപ്പം ഏതൊരു രണ്ട് നമ്പർ ഉണ്ട്. അപ്പൊ ആ 2-digit നമ്പറിന്റെ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. അപ്പൊ നമുക്ക് ആ 2-digit നമ്പർ എന്താക്കി എടുക്കാം? 2-digit നമ്പർ അപ്പൊ നമുക്ക് എന്താക്കി എടുക്കാം? 2-digit നമ്പർ എന്ന് പറയുന്നത് XY ആക്കി എടുക്കാം അല്ലെ. 2-digit നമ്പർ എന്ന് പറയുന്നത് XY ആക്കി എടുക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു നമ്പർ എടുക്കാണ്. ഇപ്പൊ 23 എന്നുള്ള നമ്പർ എടുക്കാണ്. ആ 2-digit നമ്പർ 23 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് 3 എന്ന് പറയുന്നത് എന്തിന്റെ ടേംസിലാണ്? വൺസിന്റെ ടേംസിലാണ് അല്ലെ. 2 എന്ന് പറയുന്നതോ ടെൻസിന്റെ ടേംസിൽ. അതായത് നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക? 20 പ്ലസ് 3 എന്നുള്ള രീതിയിലല്ലേ എഴുതുക. അപ്പൊ നമ്മൾ ഇതൊരു ആൾജിബ്രായിക് ഫോമിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? XY എന്ന് പറയുന്നത് എന്ത് പറയാം? എക്സ് 10x പ്ലസ് വൈ, അങ്ങനെയായിരിക്കും ഇത് ആൾജിബ്രായിക്കലി പറയാം. XY എന്ന് പറഞ്ഞാൽ x ഇൻറ്റു വൈ എന്നാണ് അർത്ഥം. നമ്മൾ ആൾജിബ്രായിക്കലി പറയുമ്പോൾ എന്ത് ചെയ്യണം? 10x പ്ലസ് വൈ എന്ന് പറയണം. അതായത് 10 ഇപ്പൊ ടെൻസിന്റെ സ്ഥാനത്ത് 2 ആണ്. 2 ഇൻറ്റു 10 ആണല്ലോ 20 പ്ലസ് വൈന്റെ ടേംസിന്റെ അടുത്ത് 1 ആണ്. ഇവിടെ 3 ആണ്. സോ 20 പ്ലസ് 3 ആണ് എന്ത്? 23. നമ്മൾ XY എങ്ങനെയാ പറയാ? 10x പ്ലസ് വൈ. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ്? 11 ആണ്. ദിസ് ഈസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇനി അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. നമ്മളിത് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ XY ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സിന്റെ സ്ഥാനത്ത് വൈ വരും, വൈയുടെ സ്ഥാനത്ത് എക്സ് വരും. അപ്പൊ YX ആവും അല്ലെ. അപ്പൊ അത് ആൾജിബ്രായിക്കലി നമ്മൾ എങ്ങനെ എഴുതുക? ഇതേപോലെയാണെങ്കിൽ ഇപ്പം ടെൻസിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? വൈ വന്നു. ദെൻ 10y പ്ലസ് എന്താ എഴുതുക? എക്സ്. അങ്ങനെയല്ലേ എഴുതുക. അപ്പൊ ആ ഒരു ഡിജിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ദെൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. അപ്പൊ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഇതിനേക്കാളും ഒരു 27 കൂടെ ആഡ് ആക്കിയതാണ്. അതായത് 10y പ്ലസ് 6 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇത് 10x പ്ലസ് വൈനോട് എന്ത് ആഡ് ചെയ്തതാണ്? ഒരു 27 കൂടെ ആഡ് ചെയ്തതാണ്. ഇനി നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എക്സിനെയും വൈനെയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാലോ. അപ്പോൾ എന്ത് വരും? നമുക്ക് എങ്ങനെ പറയാം? 10y പ്ലസ് എക്സ് മൈനസ് ഈ 10xന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 10x പ്ലസ് വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ y ഈക്വൽ ടു 27 എന്ന് വരും അല്ലെ. അപ്പൊ 10y മൈനസ് 1y ആണ്. അപ്പൊ എത്ര വരും? 9y. നെക്സ്റ്റ് എക്സ് മൈനസ് 10x, അതായത് ഒരു എക്സിനോട് നമ്മൾ എത്ര എക്സ് കുറയ്ക്കണം? 10x കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? മൈനസ് 9x ഈക്വൽ ടു 27. ഇനി ഇവിടുത്തെ ടേം ഒക്കെ നോക്കുക. ഇതൊക്കെ എന്താണ്? 9ന്റെ മൾട്ടിപ്ലിക്കേഷൻസ് അല്ലേ. അതായത് ഇപ്പൊ 9 അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. നമുക്ക് ഈ ഇക്വേഷൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 9/9 y മൈനസ് 9/x എക്സ് ഈക്വൽ ടു 27/9 എന്ന് പറയുന്നത് എന്ത് വരും? 3 വരും അല്ലെ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ ഒരു സ്റ്റാർ എന്ന് കൊടുക്കുക. ഈ സ്റ്റാറിനെ നമ്മൾ എന്താക്കി? ഡിവൈഡ് ബൈ 9 ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y മൈനസ് എക്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ. ഫസ്റ്റ് വൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11, സെക്കൻഡ് വൺ y മൈനസ് എക്സ് ഈക്വൽ ടു 3. ഇനി ഇവിടെ നോക്കുക, ഇത് നമുക്ക് എക്സ് പ്ലസ് വൈ ആഡ് ചെയ്താലും വൈ പ്ലസ് എക്സ് ആഡ് ചെയ്താലും സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? ഇവിടെ y ആയതുകൊണ്ട് y പ്ലസ് എക്സ് ഈക്വൽ ടു 11 എന്ന് എഴുതാം.
ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1നും ഇക്വേഷൻ നമ്പർ 2നെയോ സബ്സ്ട്രാക്ഷനോ ആഡോ ചെയ്യാലോ. ഞാനിവിടെ ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 11 + 3 എത്രയാണ്? 14 ആണ് അല്ലേ, 14. ഇനി എക്സ് പ്ലസ് മൈനസ് എക്സ് എന്ന് പറയുന്നത് വരും 0 വരും. y പ്ലസ് വൈ എന്ന് പറയുന്നത് വരും 2y. Then we get 2y = 14. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ലാർജ് ഇക്വേഷൻ ഫസ്റ്റ് 1 ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് 1ൽ നിന്ന് സെക്കൻഡ് 1 ആഡ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 2y = 14 കിട്ടി. 2y = 14 ആണെങ്കിൽ y എന്ത് വരും? y = 14/2 which is equal to 7. അതായത് yയുടെ വാല്യൂ എത്ര വരും? 7 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ, ആ 1ലേക്കോ 2ലേക്കോ എന്തിട്ട് കൊടുക്കുക? yയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1. ദെൻ ഇക്വേഷൻ 1 എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ = 11 ആയിരുന്നു അല്ലേ. എക്സ് പ്ലസ് വൈക്ക് വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 7 ആണെന്ന് കിട്ടി. ദെൻ എക്സ് പ്ലസ് 7 = 11 വരും. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 11 - 7 which is equal to 4. ഇങ്ങനെ നമുക്ക് കിട്ടി. അതായത് എക്സ് 4ഉം വൈ 7ഉം. നമ്മളോട് എന്തായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 2 ഡിജിറ്റ് നമ്പർ അല്ലേ. നമ്മൾ 2 ഡിജിറ്റ് നമ്പർ എന്താക്കിയിട്ടായിരുന്നു എടുത്തത്? 2 ഡിജിറ്റ് നമ്പർ എന്ന് നമ്മളെടുത്തത് എന്തായിരുന്നു? എക്സ് വൈനെ ആയിരുന്നു അല്ലെ. എക്സ് വൈ ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് എത്ര കിട്ടി? 4 കിട്ടി. വൈ എന്ന് പറയുന്നത് 7 കിട്ടി. ദെൻ ദ 2 ഡിജിറ്റ് നമ്പർ ബിക്കം 47. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? അപ്പം 17 ട്രോഫിക്കും 16 മെഡലിനും 2,180 രൂപയായി. 16 ട്രോഫിക്കും 17 മെഡലിനും 2,110 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു ട്രോഫിയുടെ വിലയും ഒരു മെഡലിന്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഒരു ട്രോഫിയുടെ വിലയായിട്ട് എക്സും ഒരു മെഡലിന്റെ വിലയായിട്ട് വൈ എന്നും എടുക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2,180. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 70x plus 60y = 2,180 rupees. This is equation number 1. Second condition ഇതാണ്. The price of 60 trophies and 70 medals is 2,110. Then 16x plus 17y = 2,110. This is equation number 1. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് സബ്സ്ട്രാക്ഷനോ അഡീഷനോ ചെയ്യണം. നമുക്കിവിടെ എന്താക്കണം? ഒന്നല്ലെങ്കിൽ എക്സ് വേരിയബിൾ ഈക്വൽ ആക്കണം, അല്ലെങ്കിൽ വൈ വേരിയബിൾ ഈക്വൽ ആക്കണം. നമുക്കിത് ഈക്വൽ ആയിട്ട് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സ് വേരിയബിൾ ആണ് ഈക്വൽ ആക്കാൻ നിൽക്കുന്നെങ്കിൽ ഇവിടെ 17 ആണല്ലേ, ഇവിടെ 16ഉം. 16 കൊണ്ട് ഇവിടെ 17 മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ എന്താക്കുക? ഇവിടെ മേലെയുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എപ്പോഴും സെയിം ആയിട്ടുള്ള നമ്പർ ആയിരിക്കും കിട്ടുക. അതായത് ഇവിടെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മേലത്തെ വേരിയബിൾ ആയ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1നെ ആദ്യം 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 17 × 16 വരും. 17 × 16 എത്രയാണ്? 17 × 16. ഇനി ഇക്വേഷൻ നമ്പർ 1നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 217 × 16. അപ്പൊ എന്ത് വരും? 272x പ്ലസ് 16 × 16 വരും അല്ലേ. 16 × 16 എത്ര വരും? 256y = 2,118 × 16 വരും. അത് എത്ര വരും? 34,818. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 2വിനെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇപ്പൊ എന്ത് കിട്ടും? 272x പ്ലസ് ഇനി 17 × 17 എന്ന് പറയുന്നത് എത്രയാണ്? 289y = നെക്സ്റ്റ് 2,110 × 17 ആണ്. അത് വരുമ്പോ എന്ത് വരും എന്ന് വെച്ചാല് 35,817
70 എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇപ്പൊ നമുക്ക് എക്സ് വേരിയബിൾ ഒക്കെ സെയിം ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്ട്രാക്ഷനോ അഡീഷനോ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ലാർജ് കോൺസ്റ്റന്റ് ലാർജ് വരുന്നത് ഏതാണ്? ഇക്വേഷൻ നമ്പർ 4 ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 4നെ ഇക്വേഷൻ നമ്പർ 3 യൂസ് ചെയ്തുകൊണ്ട് മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് വരും, ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ആദ്യം വരുന്നത്. അപ്പൊ 272x പ്ലസ് 289y ഈക്വൽ ടു 35,870 മൈനസ് 272x പ്ലസ് 256y ഈക്വൽ ടു 34,880 എന്ന് വരും. ഇനി ഇവിടെ 0 മൈനസ് 0 എത്രയാണ്? 0 ആണ്. 7 മൈനസ് 8 ദെൻ 17 മൈനസ് 8 ഈക്വൽ ടു 9. ഹിയർ ഓൾസോ 17 മൈനസ് 8 ഈക്വൽ ടു 9. ഇവിടെ 4 ആണ്. 4 മൈനസ് 4 0, 3 മൈനസ് 3 0. നെക്സ്റ്റ് ഇവിടെ 9 മൈനസ് 6 എത്രയാണ്? 3 ആണ് അല്ലേ. 8 മൈനസ് 5 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ദെൻ 33y ഈക്വൽ ടു 2 മൈനസ് 2 ഈക്വൽ ടു 0. 272x മൈനസ് 272x എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 33y ഈക്വൽ ടു 990 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് y ഈക്വൽ ടു എന്ത് വരും? 919 ഡിവൈഡഡ് ബൈ 33 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 13 വരും അല്ലെ. അതായത് നമ്മൾ പ്രൈസ് ഓഫ് എ മെഡൽ ആണ് y ആയിട്ട് എടുത്തത്. അത് എത്രയാണ്? ഒരു മെഡലിന്റെ വില എന്ന് പറയുന്നത് 30 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് y in ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലോ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ 1 ഇതാണ്. 17x പ്ലസ് 16 വൈക്ക് വരെ എന്ത് കൊടുക്കുക? 13 ഈക്വൽ ടു 2180. നെക്സ്റ്റ് എന്ത് വരും? 16 into 30 എത്രയാണ് നോക്കണം അല്ലേ. 13 into 60 എത്രയാണ്? 13 into 60 വരും. 6 into 0 0, 3 into 6 18, 1 into 0 0, 3 into 1 3. Then we get 084. 17x equal to 17x plus 480 equal to 2180. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 17x equal to 2180 മൈനസ് 480 കിട്ടും അല്ലേ. അപ്പൊ എന്ത് വരും? 17x equal to 2180 മൈനസ് 480 എന്ന് പറയുന്നത് എത്രയാണ്? 1700 ആണ് അല്ലേ. then x equal to എന്ത് വരും? 1700 divided by 17 which is equal to എന്ത് വരും? 100. അങ്ങനെയാണെങ്കിൽ ഒരു ട്രോഫിയുടെ പ്രൈസ് എത്രയാണ്? 100 ആണ്. ഒരു മെഡലിന്റെ പ്രൈസ് 30 ആണ്.